ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇന്ന് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പൊ ദാ ഇന്ന് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 1-ാം തീയതിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കലണ്ടർ മറിക്കുക എന്നുള്ള ചടങ്ങിൽ നിന്ന് ചെയ്യുന്നത്. അപ്പൊ എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്. ഇപ്പൊ ഈ 2024 എന്ന് പറയുന്ന വർഷം തീരാനായിട്ട് ഇനി കുറച്ച് ദിവസവും കൂടെ ഉള്ളൂ. അപ്പൊ ആ കുക്കിംഗ് ഭാഗം ഒന്നും കാണിക്കുന്നില്ല. രാവിലെ ഇടിയപ്പമാണ്. അപ്പൊ അതിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ശിവചേട്ടന് രാവിലെ ചായ കൊടുത്തു. ബാക്കി ചായ കാപ്പി കുടിക്കുമ്പോൾ എടുക്കാനുള്ളതാണ്. പിന്നെ ഇതാ കുറുമക്കറിയാണ്, അതിനുള്ളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വടക്കോട്ടുള്ളവരെല്ലാം യൂട്യൂബേഴ്സ് എല്ലാം നമ്മളെ ഇട്ട് കൊതിപ്പിച്ച് സദ്യസമയത്ത് ഇട്ട് കൊതിപ്പിച്ച ഒരു വിഭവം ഉണ്ടല്ലോ, കുറുക്ക് കളൻ. അപ്പൊ ഇന്ന് ഞാൻ കരുതി അതൊന്നും ഉണ്ടാക്കി നോക്കാന്ന് കേട്ടോ. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യാണ്. പിന്നെ കീരത്തോരൻ അരിഞ്ഞുണ്ടാക്കണം. ചോറ് വടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളെല്ലാം എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതാ രാവിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയം കിട്ടൂല. പാത്രമൊന്നും അപ്പുറത്ത് വെച്ചിട്ടില്ല. പൊന്നൂനെ കൊണ്ടാക്കണം. അപ്പൊ അതല്ലല്ലോ, പൊന്നൂനെ സമയത്ത് എത്തിക്കുക എന്നുള്ളതല്ലേ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അത് വന്നിട്ട് വെക്കാന്ന് കരുതി. അപ്പൊ ഇതാ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ നോക്കാം. ഇതാ ചോറായിട്ടുണ്ട്. ഇത് പൊന്നൂന് കെട്ടിയതിന്റെ ബാക്കിയാണ് കേട്ടോ ചോറ്. പിന്നെ അതാ കീരത്തോരൻ, പച്ച ചീരയായിരുന്നു കേട്ടോ. അതിന്റെ തോരൻ അടിപൊളി കുറുക്ക് കളൻ. അയ്യോ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ വൈഗാമിക വ്ലോഗ്സ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നടാ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇത് ശിവചേട്ടനുള്ള ചായ കപ്പിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ മേശപ്പുറത്ത് ശിവചേട്ടൻ്റെ ഇടിയപ്പവും ചായയും അതുപോലെ തന്നെ കുറുമക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം നമുക്ക് കുട്ടികളെ കൊണ്ടൊന്ന് ആക്കണം. കുട്ടികളെ എല്ലാം ഒന്ന് മാധുവിന് അവധിയാണ്, പൊന്നൂന് മാത്രമേ ഉള്ളൂ. അപ്പൊ പൊന്നു റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്കും കൂടി പെട്ടെന്ന് റെഡിയായി നമുക്ക് പെട്ടെന്ന് പൊന്നൂനെ കൊണ്ടാക്കാം. പൊന്നൂന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ കയറാൻ പാടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇന്നും മാധുവിന് സ്കൂളില്ലാന്ന്. അവരുടെ സ്കൂളിൽ മാനേജ്മെന്റ് ഡേ ആയിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4th വരെയുള്ളവർക്ക് സ്കൂളില്ല, അവധിയായിരുന്നു. അപ്പൊ ഞാനും മാധുവും കൂടെ പൊന്നൂനെയും കൊണ്ടാക്കിയിട്ട് നേരെ നമ്മുടെ ആറ്റുകാലിൽ വന്നിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, അപ്പൊ ഒന്ന് ആറ്റുകാലിലൊക്കെ വരാമെന്ന് കരുതി. അങ്ങനെ ദേ മാധുവിനെ കൊണ്ടുവന്നാൽ സാധാരണ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മാധുവിനെ കൊണ്ടുവന്നാൽ എങ്ങനെയെങ്കിലും ഓടാൻ തോന്നും. പക്ഷെ ഇന്ന് എന്തോ നല്ല കുട്ടിയായിട്ട് എൻ്റെ കൂടെ ഇരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എങ്ങനെ വീടെത്തി? ഞങ്ങള് പൊന്നൂനെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ ആറ്റുകാല് പോയി കേട്ടോ. അപ്പൊ ആറ്റുകാല് പോയി. പിന്നെ ആറ്റുകാല് പോകുമ്പോ എനിക്ക് സമയമുള്ളപ്പോഴാണ് പോകണമെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമമൊക്കെ വായിച്ചിട്ടാണ് വരുന്നത്. കുഞ്ഞിന് കുറച്ച് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നങ്ങനെ അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമമൊക്കെ വായിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. പിന്നെ ശിവചേട്ടൻ കുറച്ച് ബോൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നിരുന്നേ. അതുകൊണ്ട് ആ പൊതിഞ്ഞെടുത്താണ് മക്കളെ. ഞാൻ തുറന്നു കണ്ടിട്ടോ. ഈ സംഭവം ഗോൾഡ് ബോൾട്ട് കണ്ട, ഗോൾഡ് ബോൾട്ട്, ഗോൾഡ് കളർ അല്ലേ? പക്ഷെ അത് നമ്മുടെ പഴയ TV സ്റ്റാൻഡ് നമ്മളൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ശരിയാക്കാൻ വേണ്ടി അതിലെന്തോ ഇടാനുള്ള സാധനമാണ്. അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് വാങ്ങിച്ച് നേരെ അതാ വീടെത്തിയിട്ടുണ്ട്. വീടെത്തി ഇപ്പൊ സമയം എത്രയാ? 11:30 കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങളിതാ നേരെ വീടെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിട്ട് തുണി രാവിലെ നനയ്ക്കായിട്ടത് വാഷിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ പോണതിന് മുമ്പേ വാഷിങ് കഴിഞ്ഞു. പിന്നെ പൊന്നൂന് താമസിക്കുന്നുള്ളതുകൊണ്ട് കൊണ്ട് വിരിക്കാനൊന്നും നിന്നില്ല. അപ്പൊ അത് കൊണ്ട് വിരിക്കണം. അതുകൊണ്ട് വിരിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ശിവചേട്ടൻ ഉണ്ണാൻ വരാറാവും. അപ്പൊ പിന്നെ നമുക്ക് ചോറ് കഴിക്കണതാണ്. അപ്പൊ പോട്ടെ. അപ്പൊ ബായ്. എന്തിന്? ചുമ്മാ. അപ്പൊ ദാ റെയിൻകോട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. പൊന്നൂനെ വിളിക്കാൻ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. മാധുക്കുട്ടിയാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. മാധുക്കുട്ടിയെ ഞാൻ കാണിച്ചു തരാമേ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ശിവചേട്ടൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും നേരെ പോയി ആശാനങ്ങ് പോയി എടുത്തു വെച്ചു. അപ്പൊ പിന്നെ മാധുവും പോയി കഴിച്ച് ഞാനും അങ്ങ് കൂടെ പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി. പിന്നെ ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. പിന്നെ നല്ല മഴയാണ് കേട്ടോ. കുറച്ച് കാണിച്ചു തരാവേ ഞാൻ. ഇതാ മാത് കിട്ടിയണ്ട. മാത് ഹെൽമെറ്റ് എടുത്ത് വെച്ചോ. ഇതാ മഴ പെയ്യാണ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സമയമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പൊന്നു പിന്നെ പാവ സ്കൂളിൽ ഒറ്റയ്ക്കായി പോകില്ലേ. അതുകൊണ്ട് നമുക്കങ്ങ് പോയി വിളിക്കാന്ന് കരുതി കേട്ടോ. അപ്പം പൊന്നിനെ വിളിച്ചിട്ട് കാണാവേ. നല്ല ഇടിയുണ്ടല്ലോ മാധു.
അപ്പൊ അതാ നമ്മൾ പൊന്നുവിനെയൊക്കെ വിളിച്ചിട്ട് ഇതാ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പൊ കിച്ചണിലേക്ക് വന്നേക്കാണ് കേട്ടോ. പൊന്നുവിന് ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഏത്തപ്പഴം മുട്ടയൊക്കെ വെച്ച് കായ്പോള എന്ന് പറയുന്ന ഒരു കോഴിക്കോടൻ വിഭവമുണ്ട്. അപ്പൊ അതല്ല, അതേപോലെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ പാത്രങ്ങളൊക്കെ രാവിലെ അടുക്കി വെച്ചില്ലേ, അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പണി തുടങ്ങാം. അപ്പോഴത്തേക്ക് ഇവിടെ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പൊ കഴുകുന്ന പാത്രങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ എളുപ്പം ഉണ്ടാവുകയെ. അപ്പൊ ഇതാ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാക്കുന്ന എല്ലാം അതേ രീതി തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി അതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ, അതും പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്ക പൊടി കേട്ടോ. മുഴുവൻ ഏലക്കയാണെങ്കിൽ ഒരു ഏലക്ക ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സാധാരണ ഈ കായ്പോള ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിതൊരു ഈസി വേർഷൻ പോലെ. അപ്പൊ അതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിൽ ഇച്ചിരി നെയ്യ് തടവിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇഡലി ചെമ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് നമ്മുടെ സാധാരണ സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചാലും മതി. നമ്മൾ ഈ ഒരപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 10-15 മിനിറ്റോളം എടുക്കും കേട്ടോ. അപ്പൊ ഇടയ്ക്കൊന്ന് നമ്മുടെ ഈർക്കിലെങ്ങാനും വെച്ചോ അല്ലെങ്കിൽ പപ്പടക്കമ്പി വെച്ചോ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഞാനൊരു ഡെക്കറേഷൻ ഇതുപോലെ മീതെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വേണമെങ്കിൽ നെയ്യിൽ വറുത്തും ചേർക്കാം. ഇവിടെ മുന്തിരിങ്ങ ഇവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം. പിന്നെ ഞാനിത് ഇപ്പൊ മൈക്രോവേവിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്ത്. മൈക്രോ കൺവെൻഷൻ മോഡിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ്. അതേപോലെ തന്നെയാണ് എയർ ഫ്രയറിലും. അതേപോലെ തന്നെ ചെയ്താൽ ഇതേപോലെ ആയി വരും കേട്ടോ. അപ്പൊ ദേ കണ്ടോ, മൈക്രോവേവിൽ വെച്ചുകൊണ്ടാണ് മുകൾ ഭാഗം ഒന്ന് ബ്രൗണിഷ് കളർ ആയത്. നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ ബ്രൗണിഷ് കളർ ആവില്ല, എല്ലായിടവും മഞ്ഞ കളറിൽ തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് എടുക്കാം നമ്മുടെ ഇഷ്ടമുള്ള സൈസ് അനുസരിച്ച്. അപ്പൊ പെട്ടെന്ന് പിള്ളേർക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാനായാലും സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനായാലും പറ്റിയൊരു വിഭവമാണ് കേട്ടോ. അപ്പൊ അതാ നമുക്ക് ഇതിന്റെ കൂടെ കുടിക്കാനായിട്ട് കട്ടൻ തേയില ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ പൊന്നുമാണ് കട്ടൻ തേയില ഇടുന്നത് കേട്ടോ. പൊന്നും അടിപൊളിയായിട്ട് കട്ടൻ ചായ ഇടും. അപ്പൊ അതേ നമ്മുടെ കായ്പോള ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ പൊന്നുവിന് ഭയങ്കര ആഗ്രഹം പൊന്നുവിന് കട്ട് ചെയ്യണം. എന്നാ പിന്നെ പൊന്നു എന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് വിട്ടുകൊടുത്തു. നമുക്ക് ആ ഒരു ജോലി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പൊ ഇതാ പൊന്നു കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് തേയിലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് ആറ്റി കപ്പുകളിലൊക്കെ ആക്കി എടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് എല്ലാവരും കൂടെ പോയിരുന്ന് ഇതെല്ലാം കഴിച്ചു. അപ്പൊ ഇന്ന് നമ്മുടെ മാധുവിന് വിളക്ക് കൊളുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നീ തന്നെ കൊളുത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് മാധുക്കുട്ടിയാണ് കേട്ടോ വിളക്കൊരുക്കി കൊളുത്തുന്നതൊക്കെ. നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ, അല്ലാതെ നമ്മളിങ്ങനെ തൊടാനൊന്നും പാടില്ല. ഇപ്പൊ തൊടുമ്പോ എന്റെ കൈയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് സ്ഥിരം ഇതുപോലെയൊക്കെ ചെയ്തു തന്നാ മതിയായിരുന്നു, വലുതാവുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് മാറിക്കളയരുതേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പൊ നിന്ന് വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ജപിച്ച് അങ്ങനെ പൊന്നുവിന് ഭയങ്കര ഇതായിരുന്നു. പൊന്നു ചെയ്യാമെന്ന് പറഞ്ഞു വന്നപ്പോ അനിയത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടേ രണ്ടുപേരും ചെയ്ത് പഠിക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വൈകിട്ട് കട്ടൻ തേയിലയും മറ്റേ കായ്പോളയൊക്കെ കഴിച്ചില്ലേ, അപ്പൊ അതിന്റെയൊക്കെ പാത്രങ്ങൾ അങ്ങനെ പൊന്നുമാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടിട്ടത്. അപ്പൊ ശിവചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ TV സ്റ്റാൻഡ് ശരിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് നാളെ അവധി ആയതുകൊണ്ട് നാളെ പെയിന്റ് ചെയ്യാന്നും പറഞ്ഞ് അതിനെയൊക്കെ വെളിയിൽ എടുത്തിട്ട് അതിൽ എന്തൊക്കെയോ ചെയ്യുകയാണ് കേട്ടോ. ഈ നമ്മുടെ ഉളുപ്പനൊന്നും കയറാതിരിക്കാനുള്ള ഒരു സാധനം കെമിക്കൽ അടിക്കില്ലേ, അതൊക്കെ അടിച്ചിടുമായിരുന്നു. അപ്പൊ ഞാനും കൂടെ വെളിയിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് ലാത്തി അടിച്ച് അങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് ലൈറ്റൊക്കെ ഓഫായി. പൊന്നും അവിടെ എന്തൊക്കെയോ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ എടുക്കണം. അപ്പൊ രാത്രി ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഇടിയപ്പം കുറച്ചിരിപ്പുണ്ട്, ഉച്ചത്തെ ചോറ് കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് കഴിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണെന്നറിയോ, കറികളെല്ലാം ഇതുപോലെ ഓരോ ബൗളിലാക്കിയിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം.
അപ്പൊ പിന്നെ കാരണം പൊന്നുവിന് ഇവിടെ ചൂട് വേണം കേട്ടോ, കറികൾക്കായാലും എന്തിനായാലും പൊന്നു ചൂടോടെ കഴിക്കുള്ളൂ. അതേസമയം ശിവചേട്ടൻ അങ്ങനെയൊന്നുമില്ല, ശിവചേട്ടന് തണുത്തിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ എന്തെങ്കിലും ഒരു ഐറ്റം ചൂട് വേണം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ തണുത്തിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പൊ അതാ പൊന്നുവിനും വേണം, എല്ലാവർക്കും കൂടെ ചേർത്തങ്ങ് ചൂടാക്കാന്ന് വെച്ചപ്പോ കുറുമ കറി ചൂടാക്കാൻ എടുത്തപ്പോണ്ട് ഒരല്പം അതിൽ കൊള്ളുന്നില്ല. എൻ്റെ കയ്യിലെല്ലാം ഈ ഒരു അളവിലുള്ള ബൗളുകളേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനിയിപ്പൊ വാങ്ങുമ്പോ വലുതൊക്കെ മേടിക്കാം. പിന്നെ ദാ പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് വെച്ച് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പാത്രമൊക്കെ എനിക്ക് കഴുകി തരുന്നത് നമ്മളെ പൊന്നുമാണ് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കണ്ടപ്പോ എൻ്റെ അടുത്ത് പറയണേ, അയ്യോ അമ്മ വീഡിയോ ഒക്കെ എടുക്കണം, നേരത്തെ പറയണ്ടേ അമ്മ, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല എന്ന്. ഞാൻ സാരമില്ല, എന്നിട്ട് ഈ സൈഡ് മാത്രമേ കാണുള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എല്ലാം ചെയ്തൊക്കെ തരും കേട്ടോ. പിന്നെ നല്ല ഗുണമാണെങ്കിൽ ചെയ്തു തരും, ഇല്ലെങ്കിൽ തീർന്നു. അപ്പൊ പൊന്നു ഒരു ആഗ്രഹം പറഞ്ഞു, നാളെ പൊന്നിന് അപ്പവും ചിക്കൻ സ്റ്റൂവും വേണം. അപ്പൊ ഇനിയിപ്പോ അപ്പം ആട്ടിയെടുക്കാനൊന്നും സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പോയി ഒരു പാക്കറ്റ് മാവ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൊ അത് ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിലാക്കി ഒന്ന് ഇളക്കി അടച്ചു വെക്കണം കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ പാക്കറ്റ് സോഡാപ്പൊടി കൂടെ കിട്ടും. അപ്പൊ ഇത് മൂടി വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ എടുത്ത് നമ്മൾ ഈ സോഡാപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ കുറഞ്ഞത് വെച്ചതിന് ശേഷം ചുട്ടെടുത്ത് അടിപൊളി അടുപ്പം കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ അടച്ച് അതിന്റെ മീതെ ഇതും വെച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പൊ പൊന്നു അതിന്റെ മീതെ ഒരു പ്ലേറ്റ് വെച്ച് അടയ്ക്കും. കാരണം എനിക്ക് ഇങ്ങനെ മാത്രം അടച്ചു വെച്ചെന്ന ഒരു സമാധാനം കാണൂല. പാറ്റയോ പല്ലിയോ എന്തെങ്കിലും സാധനം ചാടിയാലോ എന്നൊരു പേടിയുണ്ട്. ഞാൻ എപ്പോഴും എല്ലാം ഇങ്ങനെ അടച്ചു വെക്കും കേട്ടോ. അപ്പൊ അതേ നമ്മുടെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പൊ രാവിലെ ക്ലീൻ ആക്കി ഇട്ടല്ലോ. അപ്പൊ അതിനുശേഷം നമ്മൾ വലുതായിട്ടൊന്നും കുക്ക് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കായ്പോള ഉണ്ടാക്കിയത് മൈക്രോവേവിലല്ലേ, അതുകൊണ്ട് ഇവിടെ വലുതായിട്ടൊന്നും അഴുക്കൊന്നും ആയിട്ടില്ല. എങ്കിലും ചെറിയ ചെറിയ പൊടികളൊക്കെ കിടന്നതെല്ലാം ഞാൻ തൂത്തുവാരി വൃത്തിയാക്കി തുടച്ച് പറക്കി ഇടുകയാണ് കേട്ടോ. പിന്നെ സിങ്ക് എല്ലാ ദിവസവും ചെയ്യും പോലെ തന്നെ നമ്മുടെ സിങ്ക് തന്നെയും ഒന്ന് സുന്ദരിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ അംഗം ഇതോടുകൂടി തീരുകയാണ് കിച്ചണിലുള്ളത്. ഇതിങ്ങനെ വൃത്തിയാക്കി ഇട്ടിട്ട് പോയി കിടന്നാൽ മാത്രമേ നാളെ നമുക്ക് രാവിലെ വല്ലതും ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ബാധ കയറിയതുപോലെ ആയിരിക്കും വരണം. അപ്പൊ കുടിവെള്ളം തീർന്നത് കൊണ്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചെറിയ പാത്രത്തിൽ ഇരിക്കുന്നതേ വെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കാനുള്ള. അപ്പൊ അതിനിപ്പോ ഞാൻ കുപ്പിയിലോട്ട് ആക്കും. പിന്നെ പാത്രം എല്ലാം അപ്പുറത്ത് അടുക്കി എല്ലാം ചെയ്തു സെറ്റായി. ഹലോ, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ മാത്രമല്ല ഞങ്ങളും വൈൻഡപ്പ് ആവാൻ പോവുകയാണ്. ഇപ്പൊ രാത്രി കിടക്കാറായി. ഞങ്ങള് എല്ലാ ദിവസവും രാത്രി 10 മണിയാകുമ്പോൾ കിടക്കും കേട്ടോ. ആ പണ്ട് മുട്ടയുള്ള ശീലമാണ്. അങ്ങനെ തന്നെയാണ് ഇവരെ രണ്ടുപേരെയും പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് രാവിലെ കുളിച്ചിറങ്ങി തുടങ്ങിയതാണല്ലോ ഇന്നത്തെ അംഗം. രാത്രിയായപ്പോൾ ഒന്നും കൂടെ പുറമൊക്കെ കഴുകി. കാരണം ഇല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. കാരണം ഇത്രയും നേരം ജോലി ചെയ്യുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്തതല്ലേ, അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെയാണോന്ന് ചോദിച്ചാൽ അല്ല. വൈകുന്നേരം ഇപ്പം ഉച്ചയ്ക്ക് നമ്മൾ നോൺ വെജ് വല്ലതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വിളക്ക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഇവരാരും കത്തിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയായിരിക്കും, ഞാൻ ഒന്ന് മേലെ കഴുകിയിട്ട് കത്തിക്കും. അങ്ങനെയുള്ള ദിവസം ഞാൻ മിക്കവാറും രാത്രിത്തെ ഫുഡ് ഓൾറെഡി ഉച്ചത്തതോ അല്ലെങ്കിൽ ഇന്ന് കഴിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നമ്മളങ്ങനെ വേർക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ അപ്പം ഇന്നിപ്പം പൊന്നു സ്കൂളിൽ നിന്ന് വന്ന് പുറം കഴുകിയത് കൊണ്ട് പിന്നെ പൊന്നു രാത്രി കുളിച്ചിട്ടില്ല. ഞാനും മാധു മേലൊക്കെ കഴുകി ചുന്ദരിമണിയായി അല്ലേ മാധു? ക്രീം മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ ലിപ് ബാം ഇട്ടു എന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ നൈറ്റ് റൂട്ടീനൊക്കെ കഴിഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യാൻ പോണു? കിടക്കാൻ പോണു. അപ്പൊ എന്ത് പറയണം? ഗുഡ് നൈറ്റ്. അപ്പൊ വേറൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് കൂടെ ചെയ്യണേ. മാധുവിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടാ. കമന്റ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇവരും എടുത്ത് നോക്കും കേട്ടോ. ഞാൻ നോക്കുമ്പോ അല്ലെങ്കിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഞാനിങ്ങനെ വായിച്ചൊക്കെ കൊടുക്കും, കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഇവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ ചെറുതായിട്ടൊരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ ശരി, ബൈ, ഗുഡ് നൈറ്റ്.